ലീഡർഷിപ്പ് സ്കിൽസുകളുടെ ട്രൂ ടെസ്റ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ടീം നിങ്ങളുടെ ആബ്സെൻസിലും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ബേസ്ഡ് ആയിട്ടാണ്. നിങ്ങളുള്ളപ്പോൾ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീം നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ടീമിന് സെയിം പേസിലും സെയിം കമ്മിറ്റ്മെൻറ്റിലും വർക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് നിങ്ങൾ കൊടുത്ത് അവർ ആ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറിയിട്ടുള്ളൂ എന്നതാണ് ലീഡർഷിപ്പിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ടീം ശിഥിലമാവുകയും അവർ പെർഫോമൻസ് താഴ്ത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആ ടീമിനെ ലീഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്യുവർ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റുകൾ വെച്ച് മാത്രമാണ്. ഒരു ടീമിന് ലോങ് വിഷനിൽ സൂപ്പർ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസിലും പെർഫോം ചെയ്യണമെങ്കിൽ ആസ് എ ലീഡർ നിങ്ങൾക്ക് വ്യക്തമായൊരു വിഷനും കമ്മിറ്റ്മെൻറ്റും പേഷ്യൻസും വേണം. ഇതിലൂടെ നിങ്ങളുടെ ടീം സ്ട്രോങ് ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്യുക, നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ ടീം നിങ്ങളുടെ ആബ്സെൻസിലും സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീമാണോ, ആ രീതിയിലാണോ നിങ്ങൾ ആ ടീമിനെ കോച്ചും ഗൈഡും ചെയ്തിരിക്കുന്നതെന്നും അല്ല നിങ്ങൾ അവിടുന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീം കൊളാപ്സ് ആവുന്ന ഒരു അവസ്ഥയിലാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഘടകത്തിലാണെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ലീഡറാണ് എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള ലീഡർഷിപ്പ് ടിപ്പുകളും മാനേജ്മെൻറ്റ് ടിപ്പുകളും സെയിൽസ് റിലേറ്റഡ് ആയ ടിപ്പുകളും തുടർന്നും ലഭിക്കുന്നതിന് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്